നമ്മുടെ ചാനലിൽ വഴി എല്ലാ കാറ്റഗറി വീഡിയോസും നമ്മൾ ചെയ്യാറുണ്ട്. അതായത് എല്ലാ തരം വീഡിയോസ് കൃഷി ചെയ്യാറുണ്ട്, നമ്മുടെ ട്രാവൽ വ്ലോഗും ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ വീടുകളുടെ വിശേഷങ്ങളും നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എൻ്റെ പ്രൊഫഷൻ പരിചയപ്പെടുത്തുന്ന രീതിയിലൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാറുള്ളത്. അപ്പോൾ എൻ്റെ പ്രൊഫഷൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ബേസിക്കലി ഒരു ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ നമ്മൾ വെഡിങ് ചെയ്യുന്നുണ്ട്, പോർട്രേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ ചെയ്യുന്നുണ്ട്, ബേബി ഷൂട്ട് ചെയ്യുന്നുണ്ട്, ന്യൂ ബോൺ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഒരു ന്യൂ ബോൺ ബേബി ഷൂട്ടിന്റെ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ഒത്തിരി ഫോട്ടോസ് നെറ്റിലും അല്ലാതെയൊക്കെ കണ്ടിട്ടുണ്ടാവും ന്യൂ ബോൺ ബേബീസിന്റെ കിട്ടിലെ ഫോട്ടോസ്. അപ്പൊ അതൊക്കെ എങ്ങനെ ഷൂട്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇന്ന് പരിചയപ്പെടാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വെൽക്കം ടു ഹലോ മലയാളി. അപ്പൊ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് അമലിന്റെയും അഞ്ജുവിന്റെയും വീട്ടിലാണ്. ഇവരെ സെക്കൻഡ് കുഞ്ഞി ബേബിയുടെ ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. അപ്പൊ അതെ പ്രോപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് തീമിലാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഒരു സ്കൈയുടെ തീമും പിന്നെ ഈ കട്ടിൽ വെച്ചിട്ട് ആ ഒരു ബെഡ് തീമും. അങ്ങനെ രണ്ട് തീമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ റാപ്പ് ചെയ്യാനുള്ള ക്ലോത്ത് എടുത്തേക്കുന്നത് ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ഒരു റിങ്കിൾസ് പറഞ്ഞ ടൈപ്പ് മല്ലുണ്ട്. അങ്ങനെ രണ്ട് റാപ്പ് ചെയ്യാനുള്ള ക്ലോത്ത് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ആന്റിക്കും അതുപോലെ തന്നെ സ്ലൈറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എഴുതുന്ന ആ ഒരു സെറ്റപ്പിലൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന്റെ തുടക്കം നമുക്ക് ചെയ്യേണ്ട പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ഡ്രോപ്പ് സെറ്റ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി സ്റ്റാൻഡേർഡ് സെറ്റാണ്. ഇനി നമുക്ക് നേരെ സ്കൈ ആദ്യം തുടങ്ങാം. ആ തീമിൽ നമുക്ക് ആദ്യം ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ബാക്ക് ഡ്രോപ്പ് അടിക്കണം. അത് നമ്മൾ ബാക്ക് ഡ്രോപ്പ് ഒക്കെ അടിച്ച് തീം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കൊച്ചിനെ റാപ്പ് ചെയ്യാം. രണ്ട് റാപ്പിന്റെ ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത് കുക്കൂണും അതുപോലെ ട്വിസ്റ്റഡും. നമുക്ക് ആദ്യം കുക്കൂൺ ചെയ്തിട്ട് കിടക്കാം. എന്നാ ബേബി ചിരിച്ചിരിക്കുന്നത്. ഇത് ഈ രീതിയിൽ നമുക്ക് കുക്കൂൺ റാപ്പ് ചെയ്തെടുക്കാം. അതായത് നമുക്ക് ഈ കാലും കൈയും മാത്രം മുഖം മാത്രം പുറത്തു വന്നാൽ മതി, ബാക്കി ഫുള്ള് നമ്മൾ കവർ ചെയ്യും. ഇതിപ്പോ നമുക്ക് കുക്കൂൺ ചെയ്യുമ്പോൾ കാലില്ലാതെ ചെയ്യാൻ പറ്റും. കാല് ഫുള്ള് കവർ ചെയ്തിട്ട് കറക്റ്റ് കുക്കൂണായിട്ട് നമുക്ക് ചെയ്യാനെടുക്കാനും പറ്റും. അപ്പൊ കാലത് ഉള്ളിലേക്ക് പോയാൽ മതി. പിന്നെ നമുക്ക് കിടത്തിയിട്ട് ഫോട്ടോ എടുക്കാം. അപ്പൊ നമുക്ക് രണ്ടാമത്തെ തീം റെഡിയാണ്. നമുക്ക് നേരെ ഷൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ആ തീമിലുള്ള ആവശ്യത്തിലുള്ള ഫോട്ടോസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ തീം ചെയ്യാം. അപ്പൊ ഇത് വെച്ച് റാപ്പ് ചെയ്യാമായിരുന്നു. നേരത്തെ നമ്മൾ വീണ്ടും കൊക്കൂണിന്റെ ഒരു ടൈപ്പ് തന്നെ ചെയ്തത്. കാരണം ക്ലൈന്റിന്റെ ഉണ്ടായ ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ ചെയ്തു വൈറ്റ്. എല്ലാം ഇതിന്റെ അടിയിൽ വരുമ്പോ ഒരു ഭംഗിയാവുള്ള. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പൊ ട്വിസ്റ്റാണ് ചെയ്തേക്കുന്നത്. ട്വിസ്റ്റ് വരാൻ നേരത്ത് ഈ രീതിയിൽ ഇങ്ങനെ ക്രോസ് ചെയ്തും ഇങ്ങനെ ക്രോസ് ചെയ്തും പോകും. ആ രീതിയിൽ ട്വിസ്റ്റാണ് ചെയ്തേക്കുന്നത്. ട്വിസ്റ്റ് ചെയ്യുമ്പോൾ കൈ ഇവിടെ വരിക, കറക്റ്റ് കാല് ഇവിടെ തന്നെ വരിക, സ്ട്രെയിറ്റ് ഫേസിനോട് ഫേസ് ചെയ്ത്. അപ്പൊ നമുക്കിനി ഫോട്ടോ എടുക്കാം. ഇതാണ് ട്വിസ്റ്റ്. ഫോണിന്റെ ഫോണിങ്ങനെ കൈ പിടിക്കുന്നത്. ഇതാണ് ക്യൂട്ട്. ആ കറക്റ്റ് ആംഗിളിൽ വന്നപ്പോഴാണ് അത് ഭംഗി വന്നത് അല്ലേ?
അപ്പൊ ഓരോ കൈയും കാലും ഒക്കെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് വെരി നൈസ്. ഒരു മെമ്മറീസ് അല്ലേ? അപ്പൊ ഈ 3 ഫോട്ടോസില്ലേ വലിയ ഫ്രെയിം ചെയ്തിട്ടില്ലേ ഞങ്ങക്ക് തന്നെ. അപ്പൊ അതിന്റെ ഒരു മെമ്മറീസ് ഇല്ലേ കീപ്പ് ചെയ്യാൻ. ആദ്യത്തെ കൊച്ചിന്റെ ഇതൊന്നും പറ്റിയില്ല. രണ്ടാമത്തെ കൊച്ചിന് അപ്പൊ ഇത്രയും ഇപ്പൊ എനിക്കൊന്ന് മിഞ്ഞാന്നാണ് ബിന്നാസിനെ വിളിച്ചു പറഞ്ഞത് വന്നോട്ടോന്ന്. അപ്പൊ തന്നെ സമയം എടുത്ത് എനിക്കറിയാം ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ എങ്ങനെ ഇത്രയും തിരക്കുള്ളതില് നമുക്ക് ചെയ്തത് ഭയങ്കര ഐ എം വെരി താങ്ക്ഫുൾ ഫോർ എവറിഥിങ്. പിന്നെ ആ കൊച്ചിനെ ആയാലും ഇങ്ങനെ എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവന്റെ കംഫർട്ട് സോൺ മാറ്റിയില്ല. നമുക്ക് ന്യൂ ബോൺ ബേബീസിന്റെ ഫോട്ടോ നമുക്ക് അത് തന്നെയാണ്. കാരണം അവരെ ഡിസ്റ്റർബ് ആയി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി നടക്കും. ടൈം വീണ്ടും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനും പറ്റി. നമുക്ക് പെട്ടെന്ന് ബേബി ഹാപ്പി ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയും പെട്ടെന്ന് തീർക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതൊന്നും നടക്കാൻ പോകില്ല. നമ്മൾ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ കരച്ചിലും വേളായിട്ട് ഇങ്ങനെ നിന്ന് എനിക്ക് ഒരുപാട് ടൈം നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷമൊക്കെയാണ് പിന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു പ്രശ്നമൊന്നും ബേബിയുടെ അതൊന്നുണ്ടായില്ല. കാരണം എനിക്ക് വേഗം തീർക്കാൻ പറ്റി. പെട്ടെന്ന് തീരുകയും ചെയ്തു. അവൻ അധികം ടയേർഡും ആയില്ല. അപ്പൊ നമുക്ക് ആ ഒരു എല്ലാ രീതിയിലും നമുക്ക് ഒത്തു കിട്ടി. അപ്പൊ താങ്ക് യു സോ മച്ച്. ഡെഫിനറ്റ്ലി നമ്മള് വേറെ ഞങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാം എന്തായാലും റെഫർ ചെയ്യുന്നതാണ്. എഡിറ്റ് ചെയ്ത വീഡിയോസ് ഒക്കെ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അതൊക്കെ സ്റ്റാറ്റസ് ആയി ഇടാനാണ്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ബേബി ഹാപ്പിയാണ്, ക്ലൈന്റ് ഹാപ്പിയാണ്, നമ്മൾ ഹാപ്പിയാണ്. നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നിങ്ങളുടെ ന്യൂബോൺ ബേബിയൊക്കെ ഷൂട്ട് നടത്തണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. പ്രോപ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് തരും. അതുപോലെ തന്നെ ബാക്കി വെഡിങ്ങോ എന്ത് ഇവന്റ് ആണെങ്കിലും നമ്മൾ അതെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓഫീസ് വരുന്നത് ആലുവയിലാണ്. ലോറ വെഡിങ്സ് ആണ് നമ്മുടെ ബ്രാൻഡിന്റെ പേര്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.